എം ലോറൻസിന്റെ പൊതുദർശനത്തിനിടെ ടൗൺ ഹാളിൽ വെച്ച് തന്നെയും അമ്മയെയും CPM പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് ആശാ ലോറൻസിന്റെ മകൻ മിലൻ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മിലൻ പരാതി നൽകി. അതിനിടെ മെഡിക്കൽ കോളേജ് അഡ്വൈസറി കമ്മിറ്റി മുൻപാകെ കുടുംബാംഗങ്ങൾ ഹാജരാകും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രദീപ്, അവിടെ മാധ്യമങ്ങളൊക്കെ ഹാജരായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ സാഹചര്യം എത്രത്തോളം പ്രധാനമായിരുന്നു എന്നിരുന്നാൽ പോലും ആ ദൃശ്യങ്ങളിലൊക്കെ ഒരു ബലപ്രയോഗം കാണാൻ കഴിയുന്നതാണ്. പാർട്ടിക്ക് വലിയ തലവേദനയാകുമോ ഈ നിയമ നടപടി? തന്നെയും മകനെയും CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആ സമയത്ത് തന്നെ എം ലോറൻസിന്റെ മകൾ മാധ്യമങ്ങൾക്ക് മുൻപായി സംസാരിച്ചതാണ്. കഴിഞ്ഞ ദിവസം അവർ ഇതേ ആരോപണം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആശയുടെ മകൻ മിലൻ ഇപ്പോൾ ഔദ്യോഗികമായി കൊച്ചി സിറ്റി പോലീസിനെ ഇക്കാര്യം കാണിച്ച് പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകിയ സാഹചര്യത്തിൽ പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവർ കോടതിയെ സമീപിച്ചേക്കാം. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവികാസങ്ങളെല്ലാം ദൃശ്യങ്ങൾ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഉണ്ടായത് എന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല. തുടർ നടപടികൾക്കായി അടുത്ത ദിവസം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. അതേസമയം എം ലോറൻസിന്റെ മൃതദേഹം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതിനുവേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇതിന്റെ ഭാഗമായി എം ലോറൻസിന്റെ മക്കൾ 3 പേരോടും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം യാതൊരു കാരണവശാലും മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാവില്ല എന്നാണ് മകൾ ആശയുടെ നിലപാട്. അതേസമയം മകൻ സജീവും മറ്റൊരു മകളും മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്നുള്ളത് എം ലോറൻസിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് അതിന് തടസ്സമില്ല, തങ്ങൾ അതിന് തയ്യാറാണ്. അഭിപ്രായം വരികയാണെങ്കിൽ എന്ത് തീരുമാനമാണ് മെഡിക്കൽ കോളേജിന് എടുക്കാൻ കഴിയുക? ഇതിൽ സാങ്കേതികമായും നിയമപരമായും എന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയുക? ആരുടെയെങ്കിലും ഒരു അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് മൃതദേഹം ഏറ്റെടുക്കാനുള്ള തീരുമാനമുണ്ടായാൽ സ്വാഭാവികമായും കോടതിയൊക്കെ കയറില്ലേ? ഇപ്പോൾ കാണിക്കുന്ന ഒരു വല്ലാത്തൊരു വാശി നമുക്ക് ദൃശ്യമാണ് ഈ കാര്യത്തിൽ. ഇരു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കാനാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഇവർ ഇരു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ തേടും, അഭിപ്രായങ്ങൾ മാനിക്കും. അതിനുശേഷം അനാട്ടമി ആക്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അനാട്ടമി ആക്ടിൽ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഒന്നുകിൽ ഒരാൾ അയാളുടെ മരണശേഷം മൃതദേഹം ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അക്കാര്യം ഒരു സത്യവാങ്മൂലമായി എഴുതി മക്കളെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെയോ അടുത്ത ബന്ധുക്കളെയോ അല്ലെങ്കിൽ തനിക്ക് വിശ്വാസമുള്ള ആളുകളെ ആരെങ്കിലുമോ ഏൽപ്പിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ അതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, മൂല്യമുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരത്തിൽ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് 2 പേർ സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ മതി. ഇവിടെ മക്കൾ 2 പേരും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നതിന് തയ്യാറാണ്. അതേസമയം തന്നെ മൃതദേഹം വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറുവശത്ത് നിൽക്കുന്നത് മറ്റൊരു മകളാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിപുലമായ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ നിയമപരമായ കൂടുതൽ പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടതായി വരും. വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനാവും എന്ന് കരുതുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പഠനാവശ്യത്തിനായി ഒരാൾ തൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് മൃതദേഹം വിട്ടുകൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് അതെടുത്ത് പഠനാവശ്യത്തിലേക്ക് മാറ്റുകയില്ല. ഏതാണ്ട് 6 മാസക്കാലം അത് ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കുക. അതിനുശേഷം ഏതാണ്ട് വീണ്ടും ഒരു 6 മാസക്കാലം കൂടി കഴിയുമ്പോൾ മാത്രമേ മൃതദേഹം പഠനാവശ്യത്തിനായി എടുക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഈ മൃതദേഹത്തിന്റെ രൂപമൊക്കെ മാറിയിരിക്കും, തിരിച്ചറിയാൻ ആവാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിനോട് തീരുമാനമെടുക്കാൻ പറയുമ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. അടിയന്തരമായ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ സാവകാശം ഈ കാര്യങ്ങളൊക്കെ കേട്ട് സത്യവാങ്മൂലം പരിഗണിച്ച് ഹർജിക്കാരുടെ പരാതി കേട്ടൊക്കെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിനെ കോടതിയും ചുമതലപ്പെടുത്തിയത്.